ചിക്കൻ്റെ കാലായിട്ട് കാലെന്ന് പറഞ്ഞാൽ നഖമുള്ള സാധനമാണ്. ഞാൻ ഇതിൽ കഴിച്ചിട്ടില്ല. നോക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്തിട്ടുള്ളുക. ഒപ്പം നമ്മുടെ ഈ സബ്സ്ക്രിപ്ഷനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഞാനത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പം എനിക്കറിയാൻ പറ്റില്ല എന്തൊക്കെയാണ് കുറവുകളെന്നുള്ളത്. അപ്പം അത് കാണുന്നവർ നിങ്ങൾക്കത് ശരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഫരീദ്കോട്ടിൽ നമ്മുടെ കാർക്കോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫരീദ്കോട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നേരെ നമ്മൾ അമൃത്സറിനുള്ള ബസ്സിന് കയറി. വന്നപ്പോൾ തന്നെ ബസ് കിട്ടി കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂറുണ്ട്. നമ്മളിപ്പോൾ ബസ്സിലാണുള്ളത്. നമ്മൾ നേരെ അമൃത്സറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ അമൃത്സറിൽ വന്നിറങ്ങി. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുക്കുക കേട്ടോ. ബസ്സിൽ ഇരുന്നൊന്നും അങ്ങ് വോയിസ് ചെയ്യാൻ പറ്റില്ല. കാരണം ബസ്സിലെ ഒരു നമ്മുടെ പഞ്ചാബി പാട്ട് വെച്ചിട്ട് ഭയങ്കര സൗണ്ടായിരുന്നു. ഇപ്പോൾ അമൃത്സറിൽ വന്നിറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു ചവിട്ടുന്ന സൈക്കിളില്ലേ, അത്തേ കയറിയിട്ട് ഇവിടുന്ന് ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ. 2 കിലോമീറ്റർ ഇവിടുന്ന് നമ്മുടെ ജാലിയൻവാലാ ബാഗല്ല അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്, ജാലിയൻവാലാ ബാഗിൻ്റെ അവിടെ. അപ്പോൾ ഇതിപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ സൈക്കിൾ റിക്ഷയിൽ കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് അതിൽ കയറി പോയി കളയാൻ ഓർത്തിട്ട് സൈക്കിൾ റിക്ഷയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ നല്ല ആദ്യം ചവിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 30 രൂപ എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റ് എത്രയാണെന്ന്. അപ്പോൾ അതിനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മൾ അമൃത്സറിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് സൈക്കിൾ റിക്ഷ പിടിച്ചിട്ട് നേരെ നമ്മൾ ജാലിയൻവാലാ ബാഗിന് അങ്ങോട്ടായിട്ട് വന്നത്. അവിടെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് അവിടെ വന്നിട്ട് ഇനിയിപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ള വിളിച്ചൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പോകുന്ന ഈ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഏരിയ കയറുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ പണ്ട് ഹിസ്റ്ററി പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. കാരണം ഇവിടുത്തെ ആ ഒരു ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു പഴയ കൊട്ടാരം സെറ്റപ്പ് പോലെയാണ് അവർ ചെയ്തേക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. ചുറ്റും ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമുക്ക് ജാലിയൻവാലാ ബാഗും ഗോൾഡൻ ടെമ്പിളും എല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഗോൾഡൻ ടെമ്പിൾ അപ്പുറത്തൂടെ വേറൊരു എൻട്രി ഉണ്ട്, ഇതുവരെ എൻട്രിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ജാലിയൻവാലാ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജാലിയൻവാലാ ബാഗ് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ഈ നോട്ടീസ് ബോർഡിൽ കാണിച്ചിരിക്കുന്ന പോലെ അവിടെ മെയിൻ്റെനൻസ് നടക്കണത്, റിനിവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തൽക്കാലത്തേന് ആരെയും അകത്തോട്ട് കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ജാലിയൻവാലാ ബാഗിൻ്റെ അകം നമുക്ക് മിസ്സായി, നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പം നേരെ ഇവിടുത്തെ ജസ്റ്റ് കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ റൂമിൽ പോയി കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വൈകുന്നേരം ഇറങ്ങാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ രാത്രി നേരെ നമ്മൾ പോകുന്നത് നമ്മളുടെ അമൃത്സർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംഭവമുണ്ട്, ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ 2 തരമാണ്. രാത്രിക്കുള്ള വ്യൂ ഉണ്ട്, പകലുള്ള വ്യൂ ഉണ്ട്. രാത്രിക്കത്തെ വ്യൂവിലാണ് ശരിക്കും ഗോൾഡൻ ടെമ്പിൾ ഒരു ഗോൾഡൻ ടെമ്പിളായിട്ട് നമുക്ക് ശരിക്കും തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ വീഡിയോസ്, അതായത് രാത്രിയും പകലുള്ള 2 വീഡിയോസ് ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഞാൻ വരുന്ന നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫൂട്ടേജ് ആയിരിക്കട്ടെ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അത് മറക്കാതെ മിസ് ചെയ്യാണ്ട് എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഗോൾഡൻ ടെമ്പിളിലെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു അടാർ വ്യൂ ആണ് കേട്ടോ. ആരും അത് മിസ്സാക്കി കളയരുത്. അഭിഷേക്.
നമ്മളങ്ങനെ നമ്മൾ അമൃത്സറിലെ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അമൃത്സറിലെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ബാക്ക് പാക്കേഴ്സ് ഒരു ഹോസ്റ്റൽ പോലെയാണ്, ഒരു ഡോർമെറ്ററിയാണ്. 6 ബെഡുള്ള ഒരു ഡോർമെറ്ററിയാണ്. പക്ഷേ നല്ല നീറ്റ് റൂമാണ്. എനിക്കതാണ്ട് 156 രൂപയായിട്ടുള്ളൂ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അത് നമുക്ക് 24 hour നമ്മൾ എപ്പോൾ ചെക്ക് ഇൻ ചെയ്യുന്നു ആ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം തൊട്ട് നെക്സ്റ്റ് 24 hours. ഞാൻ 6 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത്, 7 മണിക്ക്. അപ്പോൾ നാളെ വൈകിട്ട് 7 മണി വരെ എനിക്കിവിടെ സ്റ്റേ ചെയ്യാം. 150 രൂപയുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് റൂമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമൃത്സറിലെ പോലീസ് ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു. അത് നമ്മുടെ ജാലിയൻവാല ബാഗിൻ്റെ അവിടെ തൊട്ട് ചേർന്നിട്ടൊരു റൂമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ല. നമ്മൾ ഈ ആക്ഷൻ കാണിച്ചൊക്കെ ആണ് പോണത്. ഹിന്ദി ഈ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോക്കലിലോട്ട് ചെല്ലുമ്പോഴത്തേന് ഇവർക്ക് ആർക്കും ഹിന്ദി പോലും നേരിച്ച് വരത്തില്ല. ഒരു പ്രോപ്പർ പഞ്ചാബിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ചൊക്കെ ഹിന്ദി അറിയെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ഞാനിവിടെ പ്രോപ്പർട്ടി ചെന്നിട്ട് വിളിച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത പുള്ളിക്ക് ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല. പുള്ളി എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല, പുള്ളിക്ക് മനസ്സിലാവണില്ല. അവിടെ ഞാൻ അവസാനം എന്തെങ്കിലും ചോദിച്ചാൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ കറണ്ടിൽ ഉള്ള ഇവിടെ ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ എൻ്റെ സൈക്കിൾ റിക്ഷക്കാരനെ വിളിച്ചു. അപ്പോൾ അവിടെ വന്നപ്പോൾ പുള്ളിക്കും ഒരു ഡൗട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു പോലീസുകാരനോട് ചോദിച്ചു. അപ്പോൾ പോലീസുകാരനും അറിയാൻ പാടില്ല. എന്നിട്ട് പോലീസുകാരൻ പറഞ്ഞു ഈ പ്രോപ്പർട്ടിയുടെ നമ്പർ ഉണ്ട്, അതിൻ്റെ നമ്പർ അതാ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ നമ്പർ വിളിച്ച് പോലീസുകാരന് കൊടുത്തിട്ട് പോലീസുകാരൻ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞു. അപ്പോൾ പോയ നേരത്ത് എന്നോട് പഞ്ചാബിൽ എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നപോലെ കേരളത്തിൽ നിന്നാണ്, എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ എന്ന് ഞാൻ ഇംഗ്ലീഷ് പുള്ളി പറഞ്ഞു. പുള്ളി ചോദിച്ചു ഓക്കെ കുഴപ്പമൊന്നുമില്ല പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിൽ വന്നു. ഞാൻ വൈകുന്നേരം വന്നിട്ട് കുളിച്ചൊന്നുമില്ല, ഇനിയിപ്പം വന്ന് കയറിയതേ ഉള്ളൂ. ഒന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷ് ആകണം. അപ്പോൾ നാളെ നമുക്ക് നമ്മുടെ ഇവിടെ ഗോൾഡൻ ടെമ്പിള്, ജാലിയൻവാല ബാഗ്, പിന്നെന്താണ് പാർട്ടീഷൻ്റെ മ്യൂസിയം, അതായത് പഞ്ചാബും പാകിസ്ഥാനും തമ്മിൽ വേർതിരിയുന്നൊരു പാർട്ടീഷൻ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകണം. അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെയാണ് നാളെ. അപ്പോൾ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയി കഴിക്കാൻ പോകണം. അതൊക്കെയാണ് നമ്മുടെ ഇനിയുള്ള പരിപാടികൾ. നമ്മളിപ്പം വരുന്ന വഴിക്ക് രോഹിത് ചിക്കൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. ഇവിടെ ചിക്കൻ്റെ ഒരു ഇതൊക്കെ കൊടുക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ്റെ പീസുണ്ട്, ചിക്കൻ്റെ ലെഗ് പീസുണ്ട്, ചിക്കൻ്റെ കരളും കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ വേറൊരു സംഭവമാണ്, നമ്മുടെ ഈ ചിക്കൻ്റെ കാലില്ലേ, കാലെന്ന് പറഞ്ഞാൽ തുടപ്പീസല്ല, നമ്മുടെ ചിക്കൻ്റെ ഈ നഖമൊക്കെയുള്ള നമ്മൾ ഈ പട്ടിക്കൊക്കെ വെട്ടിക്കൊടുക്കാൻ ചിക്കൻ്റെ കാലില്ലേ, അത് ഫ്രൈ ചെയ്തൊരു സാധനം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. 2 ചിക്കൻ പീസും പറഞ്ഞിട്ടുണ്ട്. അതിന് 2 ചിക്കൻ പീസിന് ഇതിന് ഫ്രൈക്ക് വരുന്ന 70 രൂപയാണ്. ഈ ഒരു പീസിന് 10 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല, കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് കേട്ടോ. അതോട്ടോ ചിക്കൻ്റെ കാലാട്ടോ. ഇത് കാലെന്ന് പറഞ്ഞാൽ നഖമുള്ള സാധനമാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്. तेल में करना, तेल में आपके सामने तोड़ लो यार। आधा किलो चिकन ले जाओ, 130 रुपये का। അതുകൊണ്ട് അത്ര പിടിക്കുന്നില്ല. ഒരു ചിക്കൻ ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ ആൾക്കാർ ഇഷ്ടംപോലെ മേടിച്ച് കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. അത്ര പിടിക്കുന്നില്ല. എൻ്റെ കൂട്ടി വെച്ചിട്ടുണ്ട്, അവന് കൊടുക്കാം കേട്ടോ. ഇവിടെ ചിക്കൻ്റെ പീസ് ഇരിപ്പുണ്ട്. ഇത് പിന്നെ നമുക്ക് കുഴപ്പമുള്ള കാര്യമില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മുടെ ചമ്മന്തി ഉണ്ട്, ചമ്മന്തി കൂട്ടിയിട്ട് കഴിച്ചത്. നമ്മുടെ ചിക്കൻ തന്നെ ഓക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചിക്കൻ്റെ ടേസ്റ്റ് ഇവിടുത്തെ ചിക്കൻ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ വേറെ മസാലയുടെയാണെന്ന് തോന്നുന്നു.
ചിക്കൻ്റെ കാല് മറ്റേ കാൽപാദം കഴിച്ചത് അങ്ങ് ഏറ്റില്ല, ഒരു സുഖമില്ലായിരുന്നു. കണ്ടപ്പോൾ നല്ല രസം തോന്നി. പിന്നെ ടേസ്റ്റ് കുഴപ്പമില്ല, നമ്മുടെ ഒരു ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ കുറേയൊക്കെ ഇവിടുത്തെ ഒരു മസാലയുടെ ഉണ്ട്. അതുപോലെ ഞാൻ ആ തിന്നാമ്പടി എടുത്തപ്പോൾ താഴെയാണ് പട്ടികളുടെ ബഹളം എൻ്റെ കാലിൽ ചോട്ടില്ല. പിന്നെ കുറേ പേർക്ക് ആ കാല് ഞാൻ വേണ്ടതിന് കൊടുത്താണ്, ബാക്കി ഇറച്ചി കുറച്ച് പിന്നെ അവർക്ക് കൊടുത്തേച്ചു. അപ്പോൾ ആ ഇറച്ചിയുടെ ക്ഷീണമെന്ന് പറയാൻ വേണ്ടി ഇപ്പുറം ഒരു ചായ കുടിക്കുക കേട്ടോ. ഒരു ചെറിയ കടയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യാത്രയെ സ്നേഹിക്കുന്ന, യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ ഈ പഞ്ചാബ് സീരീസിൻ്റെ അടുത്തൊരു വ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.